ജമുന പ്യാരി. അതിന്റെ ചെവി നോക്കിയത് ഒരു ഡ്രസ് ആറിട്ട പോലെ ഉണ്ടല്ലേ ആ ചെവി. ഇവിടെ ഇഷ്ടം പോലെ ജമുന പ്യാരിന്റെ കുട്ടികളുണ്ട്. ഇതാ ഇഷ്ടം പോലെ കോഴികളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നാടൻ കോഴികളല്ലേ. ഇതൊക്കെ നമ്മുടെ ക്രഷർ യൂണിറ്റിന്റെ ഭാഗങ്ങളാണ്. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒന്നും കാണുന്നില്ല. ഇതേ ഇവിടെ 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 ഇനിയിപ്പോൾ ഇഷ്ടംപോലെ മീൻ വന്ന് സെറ്റാകും തോന്നുന്നു. പക്ഷെ ഒന്നിനും കാണുന്നില്ലല്ലോ. മോള് നമ്മളെ നേരെ കാണുന്നുണ്ടാവും, അതുകൊണ്ടിരിക്കും. ഇതാ വലിയ വലിയ മീനൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഫിലോപ്പിയ അല്ലേ, വലിയ ഫിലോപ്പിയ. അപ്പം ഈ കുണ്ട നിറച്ച് മീനാണ്. അതേപോലെ ഇഷ്ടംപോലെ നല്ല മുളകിൻ്റെ ഓർഗാനിക് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ ഇതേ ചെറിയൊരു തെങ്ങിൻ്റെ മുകളിൽ ഇത് താഴെ തേങ്ങ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയും ഉണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കമ്പനിയുടെ കയ്യാറുള്ള ഫാം. അടിപൊളി ചിത്രമൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കയ്യാർ ക്രഷറിലാണ് കേട്ടോ. നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ക്രഷറാണ്, കാസർഗോഡിലെ ക്രഷറാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെ ഓരോരോ പരിപാടികൾ തന്നെയാണ് കൂടുതലായിട്ടും. പിന്നെ ഫാം, ഇന്റർലോക്ക് അല്ലേ, ഇത് നമ്മുടെ സെംസീർക്കയാണ്. സെംസീർക്ക ഇവിടെ ഇന്റർലോക്കിന്റെ കട്ടകൾ കയറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സെംസീർക്കയുടെ വണ്ടിയിൽ ഇപ്പോൾ ഇന്റർലോക്കിന്റെ കട്ടകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യാർ ക്രഷർ യൂണിറ്റ്. ഈ കാണുന്ന കുണ്ടിലൊക്കെ ഇഷ്ടം പോലെ കുളത്തിലൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ. അതെ നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം 3000 കുട്ടികളെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇന്ന് ഇതേ ആകാശമൊക്കെ ഇങ്ങനെയാണുള്ളത്. മഴക്കാറ് ഉണ്ട്, എന്നാലും മഴയൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലാണ്. എവിടെയൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ലോഡ് ചെയ്ത് ഇതുവഴി പോകുന്നുണ്ട്. എംസാൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എംസാൻ്റെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇത് എവിടെയായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ലോഡാക്കാറായിട്ടില്ല. സെംസീർക്ക് ഇവിടുന്ന് ഏതോ പഴമൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ എല്ലാം മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് എവിടെയൊക്കെ നമ്മുടെ മുളക് ചെടിയാണ് കേട്ടോ ഇത് കാണുന്നത്. താഴെയൊക്കെ കൃഷിയുണ്ട്. ഇത് എവിടെയൊക്കെ ഇഷ്ടം പോലെ പേരൊക്കെയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് കണ്ടോ. അതേപോലെ നമ്മുടെ സെംസീർക്ക് ഇവിടെ നിന്ന് എന്തോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മുന്തിരി ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പോയി, വള്ളിയൊക്കെ നശിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടായി വരണം. കാണുന്നൊക്കെ മുളകും ചെടിയാണ്. അതിലൊക്കെ മുളകുണ്ടായി നിൽപ്പുണ്ട്. ഇതിലൊക്കെ മീനുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യാറുള്ള ഓരോ കാഴ്ചകളും കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ സെംസീർക്ക് ഇതേ മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതേ ഇഷ്ടംപോലെ മുളക് ചെടിയുണ്ട്. എല്ലാ മുളക് ചെടിയിലും ഒരുപാട് കായ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കുളത്തിൽ കളർ മീനുണ്ട് കേട്ടോ. നമ്മുടെ കോയിക്കാർപ്പ്
ഇത് നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടി. അതേപോലെ ഇതേ പപ്പായ, എല്ലാം ഹൈബ്രിഡ് സാധനങ്ങളാണ്. ഒരു പ്രത്യേക ഒരു വൈബാണ് ഇതുവഴി നടന്നു പോകാൻ. കാരണം നല്ലൊരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതേപോലെ ഇത് ഇവിടെ ഒരു നല്ല റോബസ്റ്റ് കൊല സെറ്റായി കിടപ്പുണ്ട്. തൊട്ടടുത്തായിട്ട് നമ്മുടെ ലവ് ബേർഡ്സ്, ഇതേ ഇഷ്ടംപോലെ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സെംസീർക്ക് ഇത് മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സെംസീർക്കാ നമ്മുടെ ഗിനിപ്പന്നി കുട്ടികൾ കളിക്കുന്ന കളി നോക്കി. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞാണ് കേട്ടോ. ഓയ് അപ്പൊ അതിന് സെപ്പറേറ്റ് കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ കയ്യാറുള്ള യൂണിറ്റ് കേട്ടോ. നമ്മുടെ വർക്കേഴ്സ് കട്ടകൾ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുറത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ ശംസീർക്കയുടെ വണ്ടിയിലോട്ട് കട്ട ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രഷറിന് ഇതാ സാധനങ്ങളൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശംസീർക്ക് ഇതാ ഓരോ കാര്യങ്ങൾ കാണിച്ചു തന്നിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ പോട്ടെ പോട്ടെ. ആ ബേക്ക് കാണുന്ന വണ്ടികളൊക്കെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് മൊത്തം നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങളിതാ ഇതുവഴി ഇങ്ങനെ നടന്നു പോവാണ്. ഇതിൻ്റെ താഴെയായിട്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പപ്പായ, കറമൂസ, ഞങ്ങളുടെ ഭാഷയിൽ കറമൂസ എന്നറിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാം. അത് മഞ്ഞ കളറുള്ള പഴുക്കാത്ത കറമൂസ. അപ്പോൾ വെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. മഴക്കാലമൊക്കെ പോയെന്ന് പറയാനൊന്നും പറ്റില്ല, പക്ഷേങ്കിൽ ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കറമൂസകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൃഷിപ്പാടാണ് ശരിക്കും. ഇവിടെയൊക്കെ ഓരോരോ കൃഷികൾ വെക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ മൊത്തം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. ആകപ്പാടെ ഉള്ളത് കുറച്ച് കറമൂസ മാത്രമാണ്. ഇതൊക്കെ ഇപ്പൊ പറിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രത്യേക തരം മഞ്ഞ കറമൂസ പപ്പായ. കണ്ടോ, ഇത് വെറൈറ്റി സാധനമല്ലേ ഇത്. ഇതൊക്കെ പച്ചയാണ് കേട്ടോ, പക്ഷെ ഒരു പ്രത്യേക ഒരു സാധനമാണിത്. ആ കുള്ളൻ തൈ എന്ന് പറയും. ഇത്തിരി ഹൈറ്റേ ഉള്ളൂ. ഞാനിപ്പോൾ ഇരുന്നിട്ടാണുള്ളത്. കണ്ടോ, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയോ ഹൈറ്റ് വരുന്നുള്ളൂ. അതിൽ നിറയെ ഇങ്ങനെ മഞ്ഞ കളറിലെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടായിട്ടുണ്ട്. സംസാരിക്ക ഇത് വഴുത്ത കേട്ടാ. അതുപോലെ അവിടെയൊക്കെ വഴുതിനിയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ്. ഇനി അടുത്ത സെറ്റ് റെഡിയാക്കി ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ക്രഷർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്രഷർ മാത്രമല്ല, പകുതി മുക്കാലും കൃഷി തന്നെയാണ്. ഇതാണ് നമ്മളെ വഴുതിനിങ്ങ തോട്ടം. പക്ഷേങ്കിൽ ഇതൊക്കെ ഇനി മുളകും തൈയാണ് കാണുന്നതൊക്കെ. ഇനിയിപ്പോൾ വേറെ സെറ്റ് റെഡിയാക്കണം. ഇതൊക്കെ ഒരു സീസൺ കഴിഞ്ഞു. ഇത് കണ്ടോ, വഴുതിനൊക്കെ മൊത്തം പോയി കിടക്കുന്നു. ഈ ചെടികളിൽ ഇനിയിപ്പം മാറ്റി വേറെ ചെടി ഇവിടെ കുഴിച്ചിടും. അതുപോലെ നമ്മുടെ ശംസീർക്ക ഊരക്ക് കൈയും കൊടുത്ത് നിൽക്കുന്നുണ്ട്. ശംസീർക്കയാണ് നമ്മുടെ ഇന്നത്തെ താരം. എന്നെ തലക്കിക്കോ. ഞങ്ങളിതാ നടന്ന് ഏതൊക്കെയോ സ്ഥലത്തെത്തി. നമ്മുടെ കയ്യാറ് ഒരുപാട് ഏരിയ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇതേ ഈ കാണുന്നതൊക്കെ മൊത്തം കരിമ്പാണ് കേട്ടോ. അതുപോലെ താഴെ മൊത്തം റബ്ബർ തോട്ടമാണ്.
ഇനിയിപ്പോൾ നമ്മുടെ റോഡ് ഇതുവഴി ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോകുന്നുണ്ട്. ദൂരെ ആ കാണുന്ന മൊത്തം ആ ഏരിയയൊക്കെ മൊത്തം കൃഷി തന്നെയാണ്. ഇവിടെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇവിടെ പന്നി ശല്യമോ അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ വെള്ളം നിറഞ്ഞു കേട്ടോ. ബീറിൻ്റെ കുപ്പി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കാറ്റത്തിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വേറെ പന്നികളും ഒന്നും വരില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ആ കാണുന്നതാണ് നമ്മുടെ ക്രഷർ. അവിടെ ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ സൈഡിൽ മൊത്തം കൃഷിയും കാര്യങ്ങളാണ്. അതേപോലെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ദൂരെയായിട്ടൊരു മലയൊക്കെ കാണാം. നല്ല തണുത്ത കാറ്റുണ്ട്. കാണുന്ന മൊത്തം കരിമ്പും തോട്ടാണ്. നമ്മളെ വർക്കേഴ്സൊക്കെ താമസിക്കുന്ന ഷെഡാണ് ഇവിടെ കാണുന്നത്. വീട് തന്നെ, ഷെഡ് എന്ന് പറയാൻ പറ്റൂല, ഒരു വീടാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ് കേട്ടത്. ഇവിടെ മൊത്തം നല്ല ഇടിവെട്ട് വെയിലാണ്. അതേപോലെ നമ്മുടെ റബ്ബർ തോട്ടം നോക്കി, നല്ല ശാന്തമായി കിടക്കുന്ന നോക്കത്താ ദൂരത്തോടെയുള്ള റബ്ബർ തോട്ടം അടിപൊളി. അപ്പോൾ ഇത് ഇവിടെ കാണുന്ന മൊത്തം ഇവിടെയൊക്കെ പറമ്പ് ശരിയാക്കി വരുന്നുണ്ട്. ഇതൊക്കെ മൊത്തം കൃഷി തന്നെയാണ്. അതേപോലെ ഇവിടെ ഇപ്പം പുതുതായിട്ട് ഒരു ചോളക്കൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വർക്കർ ഇവിടുന്ന് ഇങ്ങനെ ഓരോ മണ്ണൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന മൊത്തം ചോളമാണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വലുതായി വരണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്മുടെ സൈറ്റുകളിലേക്കും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും എല്ലാ ആളുകൾക്കും ഇവിടുന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ, അതായത് നമ്മുടെ മെസ്സിലേക്ക് ഇവിടുത്തെ പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മൊത്തം ഓർഗാനിക്കാണ് കേട്ടോ. അതിൽ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഇവിടുന്ന് തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതാ ഇവിടെയൊക്കെ വാഴ കൃഷികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറുതാണ്. ഇതൊക്കെ നമ്മുടെ കർഷകർ താമസിക്കുന്ന റൂമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. നമ്മള് ക്രഷറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതേ നമ്മുടെ അനീഷായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്രഷറിലെ JCB ഇവിടെ എന്തെല്ലോ പണിയിലാണ്. ഇതേ ഇവിടെയൊക്കെ വെള്ളക്കെട്ട് നിൽക്കുന്നവർക്കൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോഡ് നേരെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ടാണ്. എംസാൻഡാണ് കേട്ടോ വണ്ടിക്കകത്ത്. അപ്പൊ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് നേരെ വെച്ച് പിടിക്കുകയാണേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളത് പോയി ചെറിയ പാലത്തിന്റെ അടുത്തായിട്ട് എത്താറായിട്ടുണ്ട്. മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഇത്ര നേരം നല്ല രീതിയിലുള്ള നല്ല തീവ്രമായ വെയിലായിരുന്നു. ഇപ്പൊ ഇതാ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നായിക്കപ്പെത്തിയത് ലോഡ് തട്ടിക്കഴിഞ്ഞു. നമ്മളിതാ വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി പോവാണേ. അപ്പം അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിത് സീതാങ്കൊല്ലു വഴി കാര്യം നേരെ കയ്യാറോട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സീസണിൽ മാത്രം വെള്ളം ഉണ്ടാകുന്ന പോയാലൊക്കെ ഇതേ മൊത്തം വെള്ളം നിറഞ്ഞു. കലക്ക് വെള്ളമാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മുടെ അങ്കടി മുഗ്രു പാലത്തിന്റെ മുകളിലായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതേ കേട്ടോ, ഫുള്ള് നിറഞ്ഞൊഴുകി തുടങ്ങി. ദൂരെയായിട്ട് കുറച്ചൊരു ഏരിയ മാത്രമേ വെള്ളം കയറാതെയുള്ളൂ. ബാക്കി എല്ലായിടത്തും വെള്ളം കയറി തുടങ്ങി. അപ്പോൾ നമ്മുടെ കർണാടകയിലൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇതേ നമ്മുടെ ക്രഷറിന്റെ സൈഡിലൊക്കെ ഇതേ ഒരു പഴയ ഇറ്റാച്ചൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട വണ്ടിയാണ്. വോൾവോൻ്റെ വിഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ക്രഷർ യൂണിറ്റ്. നമ്മളിതാ ഇവിടുന്ന് എംസാൻഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിവിയാടൻ്റെ വണ്ടിക്കകത്തോടാണ് കേട്ടോ ഇപ്പോൾ എംസാൻഡ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ വെയിറ്റിങ്ങിലാണ്. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. അതെ, ആകാശമൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് ആകാശത്തിൻ്റെ അവസ്ഥ.
സുഹൃത്തുക്കളെ, നമ്മളിത് നമ്മുടെ അവസാന ലോഡുമായിട്ട് നേരെ നായ്ക്കാപ്പിലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട്. ഇതുവരെയും നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പം ഇതേ നല്ല പിടുത്തം വിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അനീഷായിട്ട് ഇതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുമ്പള ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പൊ നല്ല ഇടിവെട്ട് മഴ പെയ്ത് ചോർന്നതേ ഉള്ളൂ. അപ്പൊ ഓരോരോ തിരക്കിലാണ് കേട്ടോ. എന്താ പെട്ടെന്ന് ആവി പിടിച്ച് ഗ്ലാസ്സൊക്കെ മൊത്തം ആവി പിടിച്ച് മഴ പെയ്തിട്ട് തുടച്ച് ക്ലിയർ ആക്കണമല്ലേ. ഇതേ ഒരു മഴ പെയ്ത് ചോർന്നതിന്റെ എല്ലാ തിരക്കും ഇവിടെ കാണാം. അടുത്ത മഴ ഉടനെ തന്നെ പെയ്യുന്നതായിരിക്കും. കാരണം ഞങ്ങളുടെ തൊട്ടി വിറകിലായിട്ട് നല്ല കട്ടക്ക് മഴക്കാറുണ്ടായിരുന്നു. റോഡൊക്കെ നല്ല തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്തതിന് ശേഷം. ഇത് ഇവിടെയൊക്കെ 2 ബസ് കാണാം. അധിക വണ്ടിയും മഹാലക്ഷ്മിയുടെ ബസ്സാണ്. എവിടെ നോക്കിയാലും മഹാലക്ഷ്മിയുടെ ബസ്സാണ് കാണുന്നത്. അവിടെ 2 ബസ്, ഇവിടെ 2 ബസ്. എല്ലാ വണ്ടിയുടെയും ലാസ്റ്റ് നമ്പർ 77 ആയിരിക്കും. ഇപ്പൊ ദൂരെ നല്ല കട്ടക്ക് മഴക്കാറുണ്ട് കേട്ടോ. അടുത്ത മഴ പെയ്യാനായി സെറ്റായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റോഡ് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ലോഡൊക്കെ തട്ടി ഇതേ നമ്മുടെ മോർത്താനേക്ക് പോവാണ്. അപ്പൊ നല്ല ഇടിവെട്ട് മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ നോക്കിയേ, നല്ല തകർപ്പൻ മഴയാണ്.